വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിനോട് അടുത്ത സമയം അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷമായി സൂറത്തുൽ ഇഖ്ലാസിനെ 100 തവണ പാരായണം ചെയ്ത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്റിനെ നമ്മൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും നമ്മുടെ ഖൽബിൻ്റെ അകത്തളങ്ങളിൽ നടക്കാതിരിക്കുന്ന ഏത് ആഗ്രഹങ്ങളുണ്ടോ എല്ലാ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ വേണ്ടിയും ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുക. വെള്ളിയാഴ്ച അസ്ർ നമസ്കാരത്തിൻ്റെ ശേഷം 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്റിനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. ശേഷം നമ്മുടെ ഖൽബിലുള്ള ഏത് ആവശ്യങ്ങളാണോ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ തേടുക. ഏത് വിഷമങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അല്ലാഹു എല്ലാ വിഷമങ്ങളും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ തന്നെ ഒന്നാമത്തെ ഇസ്മാകുന്ന യാ റഹ്മാൻ എന്ന ആ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് അല്ലാഹു മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മുടെ ഖൽബിലുള്ള ഏത് ആഗ്രഹങ്ങളുണ്ടോ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ നമ്മൾ ചൊല്ലി ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും ഇൻഷാ അല്ലാഹ്. പല കുടുംബങ്ങളിലും കണ്ണേറുകൊണ്ട് ജീവിതം പരാജയപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കുടുംബ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം കണ്ണേറ് തന്നെയാണ്. കണ്ണേറ് ബാത്യുലാകാനുള്ള ഏലസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലുണ്ട്. ഏലസായി കെട്ടി നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ തീരാൻ വേണ്ടി വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്മുകളായിട്ട് നമ്മൾ അതിനെ ചെയ്തു തരും. അല്ലാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.